2025 ജെയ് ക്രാക്ക് ചെയ്യണം. ആ ഒരു സ്വപ്നം നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷേ എങ്ങനെ തയ്യാറെടുക്കണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊരു തീരുമാനം നിങ്ങളിപ്പോഴും എടുത്തിട്ടില്ല. അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു കൃത്യമായ ഗൈഡൻസ് തരാൻ വേണ്ടിയും ഒരു ഓൺലൈൻ റിപ്പീറ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാനുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയാൻ വേണ്ടിയും പറയാൻ വേണ്ടിയുമാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ കഴിയും. ഓൺലൈനായി ജെയ് മെയിൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് 2025 ജെയ് നമുക്ക് ക്രാക്ക് ചെയ്യാം. ഒരു ഓൺലൈൻ റിപ്പീറ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാകും, ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും, ആശങ്കകളൊക്കെ ഉണ്ടാകും. ഓഫ്ലൈൻ പോലെ അത്രത്തോളം എഫക്റ്റീവ് ആകുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ആശങ്കകൾ അകറ്റുക എന്നതാണ് ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓൺലൈനായിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അല്ല, ഏറ്റവും പോസിറ്റീവായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലിരുന്നാണ് നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. വീടെന്ന് പറയുന്നത് നമ്മുടെ കംഫർട്ട് സോണാണ് അല്ലേ? അവിടെ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന അത്രയും എഫക്റ്റീവായി നമുക്ക് മറ്റൊരു ക്ലാസ് റൂമിലും പോസിബിൾ അല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ വീടിൻ്റെ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ പാരൻസിനും നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്കും ഒപ്പം ഇരുന്നു കൊണ്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യം ഭക്ഷണമാണ്. നമുക്കറിയാം, ഹോസ്റ്റലുകളിലൊക്കെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന അത്രയും നല്ല ഭക്ഷണം ഹോസ്റ്റലുകളിൽ എന്തായാലും കിട്ടില്ല. കാരണം ഏറ്റവും ടേസ്റ്റുള്ള ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുക നമ്മുടെ വീടുകളിലാണ് എന്നാണ് നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നത് അല്ലേ? അതാണ് അതിൻ്റെ സത്യവും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന നല്ല ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ശരിക്കും ഓൺലൈൻ റിപ്പീറ്റർ ബാച്ച് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്ലാസിൻ്റെ ടൈമാണ്. നമ്മുടെ വീട്ടിലിരുന്ന് നമ്മളൊരു ഓൺലൈൻ റിപ്പീറ്റർ ബാച്ചിൻ്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലാസ്സുകൾ കാണാം. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം. നിങ്ങളുടെ ഷെഡ്യൂൾ തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ക്ലാസ് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ബേസ് മുതൽ ക്ലാസ്സുകൾ കിട്ടേണ്ടി വരും. അപ്പോൾ അവർക്ക് ആ ക്ലാസ് ബേസ് മുതൽ അങ്ങോട്ട് കാണാം. ചില ആളുകൾക്ക് ചിലപ്പോൾ ബേസിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, അത്യാവശ്യം നല്ല ബേസുള്ള ആളുകളായിരിക്കും. ചില ടോപ്പിക്കുകൾ അവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും. അപ്പോൾ അറിയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ വേണ്ടത്, ഏത് ടോപ്പിക്കിലാണോ നിങ്ങൾക്ക് കൂടുതൽ ട്രെയിനിങ് ആവശ്യമുള്ളത്, ആ ടോപ്പിക്ക് മാത്രം ഇരുന്ന് കാണാം. ബാക്കിയുള്ള ടോപ്പിക്കുകളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ക്ലാസ്സുകൾ മാത്രം നിങ്ങൾക്ക് ഇരുന്ന് കാണാം. മാത്രമല്ല ഓൺലൈൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഓൺലൈനിൽ ശരിക്കും 2 തരത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കാം. ഓരോ ടോപ്പിക്കിൻ്റെയും ലൈവ് ക്ലാസ്സുകൾക്ക് പുറമേ അതേ ടോപ്പിക്കിൻ്റെ തന്നെ മറ്റൊരു ഫാക്കൽറ്റി എടുത്ത റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒരു ഫാക്കൽറ്റി എടുക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഫാക്കൽറ്റി എടുത്ത റെക്കോർഡഡ് ക്ലാസ് കാണാം. അപ്പോൾ 2 ക്ലാസ്സുകൾ കാണാം എന്നതിന് പുറമേ നിങ്ങൾക്ക് എന്ത് സംശയം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കും ഓൺലൈനിൽ. കാരണം ഒരു ക്ലാസ് എത്ര തവണ വേണമെങ്കിലും ഏത് സ്പീഡിലിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നത് ഓൺലൈൻ റിപ്പീറ്റർ ബാച്ചിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ രാത്രി ഉറങ്ങുന്നതിനിടയിൽ ഒരു ഡൗട്ട് തോന്നുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് എടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് സിസ്റ്റമാണോ ഉപയോഗിക്കുന്നത് അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഭാഗം മാത്രം കണ്ട് ആ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാം. ഒരിക്കലും ഒരു ഓഫ്ലൈൻ ക്ലാസ് റൂമിൽ ഈ പറയുന്ന സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അത് ഓൺലൈനിൽ മാത്രം ലഭിക്കുന്ന സൗകര്യങ്ങളാണ്. ഓൺലൈനിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഓഫ്ലൈനിൽ ഉള്ളതിനേക്കാൾ സെൽഫ് സ്റ്റഡിക്ക് കൂടുതൽ സമയം ലഭിക്കും എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ശരിക്കും. കാരണം നമ്മൾ ഓൺലൈൻ സ്റ്റഡിയാണ്, നമ്മുടെ വീട്ടിലാണ് ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വിടുന്ന ഒരു 6 മണിക്കൂറൊക്കെ നമുക്കൊരു ലൈവ് ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ പോലും ആ ലൈവ് ക്ലാസ്സുകൾ കഴിഞ്ഞ് ബാക്കിയുള്ള സമയം മുഴുവൻ നിങ്ങളുടെ സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കാം. നമ്മളൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്ലാസ്സുകൾക്കൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് സെൽഫ് സ്റ്റഡിക്ക് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ ആൾറെഡി പഠിച്ച ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഓൺലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമിലാണ് എന്ന് പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. പക്ഷേ ഒരു ഓൺലൈൻ കോഴ്സിന് ജോയിൻ ചെയ്തതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമിന് ജോയിൻ ചെയ്തതിന് മുമ്പ് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളൊരു സെൽഫ് മോട്ടിവേറ്റഡ് ആയ, സെൽഫ് ഡിസിപ്ലിൻഡ് ആയ ഒരാളാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. കാരണം അങ്ങനെയുള്ള ഒരാൾക്കായിരിക്കും തീർച്ചയായിട്ടും ഒരു ഓൺലൈൻ റിപ്പീറ്റർ പ്രോഗ്രാം ഏറ്റവും ആപ്റ്റ് ആകുന്നത്. അപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു സംശയം ഉണ്ടല്ലോ, ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോഴും ഓൺലൈനായിട്ടൊക്കെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ജെയ് മെയിൻ പോലെ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യുന്നത് പോസിബിൾ ആണോ എന്നൊരു സംശയം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ബാക്കി കിടക്കുന്നുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മുഹമ്മദ് ഫാസിൽ സൈലത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ ധീര റിപ്പീറ്റർ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ധീര ബാച്ച് എന്ന് പറയുന്നത് സൈലത്തിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ ഓൺലൈൻ റിപ്പീറ്റർ ബാച്ചാണ്. ആ ഓൺലൈൻ റിപ്പീറ്റർ ബാച്ചിൽ നിന്ന് മുഹമ്മദ് ഫാസിൽ 2024 ജെയ് മെയിനിൽ സ്കോർ ചെയ്തത് 99.85% ആയിരുന്നു. സൈലത്തിൻ്റെ ടോപ്പ് സ്കോർ ആയിരുന്നു മുഹമ്മദ് ഫാസിൽ.
അപ്പോൾ മുഹമ്മദ് ഫാസിലിനെ പോലെ ആർക്കും ഓൺലൈനായി റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ജെയ് മെയിൻ ക്രാക്ക് ചെയ്യാം. നിങ്ങളൊരു സെൽഫ് മോട്ടിവേറ്റഡ് ആയ സെൽഫ് ഡിസിപ്ലിൻഡ് ആയ ഒരാളാണെങ്കിൽ. സൈലത്തിൻ്റെ ധീര ബാച്ചിലേക്കുള്ള ധീര 2.0 ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആൾറെഡി ആദ്യത്തെ ധീര ബാച്ച് ഫില്ലാവുകയും അതിൻ്റെ ക്ലാസ്സുകൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോവുകയും ചെയ്തിട്ടും നിരന്തരമായിട്ടുള്ള എൻക്വയറികൾ കൊണ്ട് സൈലം പുതിയ ഒരു ബാച്ച് കൂടി ആരംഭിക്കുകയാണ്. ധീര 2.0 ധീര 2.0യിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ആ ബാച്ച് ക്ലോസ് ആവും. ക്ലാസ്സുകളൊക്കെ ആൾറെഡി ആരംഭിക്കാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക. 2025 ജെയ് മെയിൻ നമുക്ക് ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം. എന്ത് സപ്പോർട്ടിനും എല്ലാ സപ്പോർട്ടിനും ഞങ്ങളൊക്കെ നിങ്ങൾക്കൊപ്പമുണ്ട്. സൈലം നിങ്ങൾക്കൊപ്പമുണ്ട്. നമുക്ക് കാണാം ക്ലാസ് റൂമിൽ വെച്ച്.